ചെയ്യാൻ പോകുന്നത്. നല്ല ചിരിയാട്ടോ. അയ്യോ അതിന് തളർന്നു. ശരി പറഞ്ഞോ. ഞാൻ തലശ്ശേരിക്കടുത്ത് മുത്താർപ്പടി എന്ന് പറയുന്ന സ്ഥലത്താണ് വരുന്നത്. ഓക്കെ. ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് തബല വായിച്ചുകൊണ്ട് അതിന്റെ കൂടെ മിമിക്രി. എനിക്ക് ഇതൊക്കെ കഴിവുകൾ എവിടെ വരെ പോകുന്ന കേട്ടെ. തബല വായന, സിനിമാക്കാരുടെ ശബ്ദം, അതിനിടയ്ക്ക് നമുക്ക് എന്തെങ്കിലും പെർഫോമൻസ് കണ്ടു നോക്കാം അല്ലേ? കാരണം ഒരു ഇൻസ്ട്രുമെന്റും അതോടൊപ്പം തന്നെ മിമിക്രി ചെയ്യാന്ന് പറയുന്നത് മൾട്ടി ടാസ്കിങ് തിങ്. അപ്പൊ എന്തായാലും അതിന് ആദ്യം തബല വേണം അല്ലേ? തബല വന്നതിന് ശേഷം നമുക്ക് മിമിക്രിയും കാണാം. താങ്ക് യു. ആദ്യമായി നമ്മുടെ ശ്രീ ശശി കലിക സാറിന്റെ ശബ്ദമാണ് അനുകരിക്കുന്നത്. പേര് രമണൻ. ഈ നാട്ടിൽ ആർക്കെങ്കിലും കാശിന് ആവശ്യം വന്നാൽ ഓടി എൻ്റെ അടുത്ത് വരും. ഞാൻ ഈ നരവറയുടെ കാവൽക്കാരനാ. ഇവിടെയാവുമ്പോ TV ഉണ്ടല്ലോ. ഇന്നാണോ നമ്പരത്തിലെ ദീപ്തിയുടെ പ്രസവം. കൊച്ചിൻ്റെ അച്ഛൻ രമേശനാണോ ബാബു വേണോ തിന്നറിയാം. അടുത്തത് നമ്മളെ ജോൺ ബ്രിട്ടാസ് സാർ. നമസ്കാരം. കലാ ജംഗ്ഷനിലേക്ക് സ്വാഗതം. അർത്ഥവത്തായ അന്വേഷണത്തിന്റെയും അനാവരണത്തിന്റെയും കലാ ജംഗ്ഷൻ. ഈ ജംഗ്ഷനിൽ ഇന്ന് നമ്മുടെ അതിഥികളായെത്തുന്നത് സാഹിത്യത്തിൽ അനുഭൂതി സൃഷ്ടിച്ച, ജീവിതം കൊണ്ട് അമ്മാനമാടുന്ന ഒരുപാട് കലാപ്രതിഭകളാണ്. അവരെല്ലാവരെയും നമുക്ക് സ്വാഗതം ചെയ്യാം. അതുപോലെ തന്നെ ഇപ്പോൾ കൊറോണ സമയത്ത് നമ്മൾ ഒരുപാട് അതിന്റെ പരസ്യങ്ങൾ കിട്ടി. ഗോപൻ സാർ ഉണ്ടായിരുന്നെങ്കിൽ അദ്ദേഹം എങ്ങനെയാണ് പറയാന്നുള്ളത് പരസ്യം. ഗോപൻ സാർ. ആരാണ് സന്തോഷം ആഗ്രഹിക്കാത്തത്? ഈ കൊറോണ മഹാമാരിയിൽ നിന്ന് മോചനം ലഭിക്കുവാൻ വേണ്ടി കൊറോണ സമയത്ത് മദ്യം ലഭിക്കില്ല എന്നത് സത്യമാണ്. വാറ്റുയന്ത്രങ്ങൾ തുറന്നു പ്രവർത്തിക്കുന്നത് കണ്ടാൽ, നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ ഞങ്ങളുടെ ടോൾ ഫ്രീ നമ്പറായ 00100 എന്ന നമ്പറിലേക്ക് കോൾ ചെയ്യൂ. കൊറോണയെ തുരത്തൂ, നാടിനെ സംരക്ഷിക്കൂ. ഒരു 2-3 സ്റ്റാർ വെച്ചിട്ട്, അതായത് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ സാർ, നരേന്ദ്രമോദി, കുഞ്ഞാലിക്കുട്ടി സാഹിബ്, ഇവരൊക്കെ യുവജനോത്സവ കാലഘട്ടമല്ലോ, സ്കൂൾ ജീവിത കാലഘട്ടത്തിലുള്ള കുറച്ച് അനുഭവങ്ങൾ വെച്ചിട്ട് ചോദിക്കുന്നത്. നമ്മൾ ഇനി നിൽക്കുന്നത് സംസ്ഥാന സ്കൂൾ കലോത്സവ നഗരിയിലാണ്. ഈ നഗരിയിൽ ഇന്ന് നമ്മളോടൊപ്പം ശ്രീ പിണറായി വിജയൻ സാറുണ്ട്. സാർ നമസ്കാരം. സാറിൻ്റെ സ്കൂൾ ജീവിത കാലഘട്ടത്തിൽ രാഷ്ട്രീയത്തിൻ്റെ കൂടെ എത്രത്തോളം ഇതുപോലുള്ള കലാപരിപാടികൾ ആ സമയത്ത് പങ്കെടുത്തിരുന്നു? അപ്പോൾ ദാദ്ര താളത്തിൽ പിണറായി വിജയൻ. പ്രണ്ണംകുളയിൽ പഠിക്കുന്ന കാലത്ത് ഞങ്ങൾ ഇതുപോലുള്ള കലാപരിപാടികളിൽ വളരെ സജീവമായിരുന്നു. അന്ന് ഞാനും മൂസയും കുമാരനും ഞങ്ങൾ 3 പേര് മിക്ക പരിപാടിയിലും മികവ് തെളിയിച്ചിരുന്നു. ഒരു യുവജനോത്സവ ഘട്ടത്തിൽ, അതായത് ഞാനും മൂസയും കൂടി കുറച്ച് നീളമുള്ള വടികൾ ചെത്തി വെക്കുമ്പോൾ ഒരു വ്യക്തി, അതായത് കുമാരെ പ്രിൻസിപ്പളോട് എന്ന് പറഞ്ഞ് മൂസയും ബിജനിട്ട് കോളേജിൽ വടിയുമായിട്ട് ഇറങ്ങിയിട്ടത്. സത്യത്തിൽ ഞങ്ങൾ അത് കോൽ കളിക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് കോലുകൾ എത്തി വെക്കായിരുന്നു. പിന്നെ ഏതൊരു നല്ല കാര്യം ചെയ്യുമ്പോഴും അതിന് തടസ്സം നിൽക്കുന്ന ചില കൂട്ടരുണ്ടല്ലോ. नमस्कार पिनराई विजयन, नमस्कार। आज हम सबसे बड़ी समस्या सामना कर रही है कि रंग से कैसा अपने बच्चों को बचा सकते हैं। इसके लिए सभी पुलिस अधिकारियों को इंफॉर्मेशन दिया है। नो 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 അങ്ങനെ ഒരു ഇഷ്യൂല്ല. എല്ലാ കലാരൂപത്തെയും സപ്പോർട്ട് ചെയ്ത പാർട്ടിയാണ് ഞങ്ങൾ. പ്രത്യേകിച്ചിട്ട് കോൽക്കളി എന്ന് പറഞ്ഞ പരിപാടി ഞങ്ങളുടെ പാർട്ടി പരിപാടിയിൽ മിക്ക സ്ഥലത്തും ഞങ്ങളത് ഉൾപ്പെടുത്താറുണ്ട്. നല്ല കാണാനഴകുള്ളതും നല്ല താളമുള്ളൊരു പരിപാടിയാണ് കോൽക്കളി. എൻ്റെ വ്യക്തിപരമായ ഒരു അഭിപ്രായം എന്ന് പറഞ്ഞാൽ, സഭയ്ക്ക് അകത്തും സഭയ്ക്ക് പുറത്തുമുള്ള എല്ലാ വ്യക്തികളെയും ചേർത്തുകൊണ്ട്
ഒരു കോൽക്കളി ടീം സംഘടിപ്പിച്ചാൽ ഒരു ഇഷ്യൂ ഇല്ലാതെ വളരെ ഐക്യത്തോടു കൂടി തന്നെ ഞങ്ങൾക്കൊക്കെ പോകാൻ കഴിയും. അവസാനമായി ശ്രീ MS തൃപ്പൂണിത്തുറ. ശിവ എന്താണോ ഇത്? തന്റെ സോപാന സംഗീതം കേട്ടിട്ട് കാലം കുറയായി. ദർബാർ രാഗത്തിൽ ഒരു കീർത്തനം കൊണ്ട് ആലപിക്കുക. ചുംബൻ കേബിൻ ശരിക്കും പറഞ്ഞാൽ ഇത് മൾട്ടി ടാസ്കിനേക്കാളും അപ്പുറം പറയുകയാണെങ്കിൽ ഒരു സൈഡിൽ കോൺസെൻട്രേഷൻ വേണം, കറക്റ്റ് താളം, അതിനോടൊപ്പം ആ സൗണ്ട് കയറി പിടിക്കുക എന്നുള്ളത് ഭീകരമായ ടാസ്ക് ആയിരുന്നു. എന്റെ ടാസ്ക് എന്ന് പറയുന്നത് ഇതും ശ്രദ്ധിക്കണം അതും ശ്രദ്ധിക്കണം അവിടെയും നോക്കണമായിരുന്നു. ഓ ഞാനങ്ങ് ക്ഷീണിച്ചു. പക്ഷെ എങ്ങനെയുണ്ടായിരുന്നു വെല്ലുന്ന ഈ പെർഫോമൻസ്? കലക്കി. ശരിക്ക് ഇപ്പൊ നേരത്തെ പറഞ്ഞതന്നെ എന്റെ കറക്റ്റ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ താളം തെറ്റരുത്, ശബ്ദം മാറരുത്, ഡയലോഗ്സ് മറക്കരുത്. ഈ 3 കാര്യങ്ങളും കൂടി ഒരുമിച്ച് നടക്കുകയാണ്. അപ്പോൾ അത് ഇത്തിരി പണിയാ. അല്ല ഞാൻ പറഞ്ഞ നമ്മള് ഓരോ താരങ്ങളുടെയും രാഷ്ട്രീയക്കാരൊക്കെ ശബ്ദം ചെയ്തില്ലേ, അത് ചെയ്തപ്പോൾ എനിക്ക് തോന്നുന്നു അവരായിട്ട് എൻ്റെ ഒരു കാൽക്കുലേഷനിൽ നിങ്ങൾ ചെയ്തത് അവരുടെ ഒരു ഡയലോഗിന്റെ വേരിയേഷൻ്റെ ഒരു താളം, ഓരോരുത്തരും സംസാരിക്കുമ്പോൾ ഒരു പ്രത്യേക താളമുണ്ട്. എല്ലാവർക്കും ഉണ്ട്. എല്ലാവർക്കും ഒരു ഋതത്തിലാണ് എല്ലാവർക്കും സംസാരിക്കുന്നത്. ആ ഒരു താളം ശരിക്കും തബലിസ്റ്റ് എന്നുള്ള നിലയിൽ അത് കണ്ടുപിടിച്ചിട്ട് അതുമായിട്ട് ബന്ധപ്പെടുത്തി വായിച്ചല്ലേ? അതെ, സത്യം. അത് ഞാനിപ്പോ നമ്മുടെ മുഖ്യമന്ത്രിന്റെ പിണറായി വിജയന്റെ ചെയ്യുമ്പോൾ പിന്നെ ഈ സ്ലോ താളമുണ്ട്, ദാദ്ര താളം. അതെ അതെ അതായത് അതെ അവര് അങ്ങനെ അത് ഒരു മാച്ചിങ് ആണെന്ന് തോന്നി. അങ്ങനെ 2-3 താളം ഇട്ട് നോക്കി. അപ്പോൾ സ്ലോയിലുള്ള അപ്പോൾ ഇത് ഓക്കെ. ഏതായാലും 2 കാര്യങ്ങളും കൊണ്ട് ഒരുമിച്ച് ചെയ്തതിന്റെ ഒരു നല്ലൊരു കൈയടി നിങ്ങൾക്ക്. താങ്ക് യു ചേട്ടാ. അടിപൊളിയായിരുന്നു ജിഗീഷ്. വെറും ജിഗീഷ് അല്ല, ചിലങ്ക ജിഗീഷ്. ആദ്യം തബലയാണോ പഠിച്ചത്, പാട്ടാണോ? മിമിക്രിയാണോ? ആദ്യം തബലയായിരുന്നു കുട്ടിക്കാലത്ത്. അതാ തബല യൂസ് ചെയ്യുന്ന പിന്നെ തബല വായിച്ചുകൊണ്ട് ഗാനമേളക്ക് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് അതിൻ്റെ തുടക്കം ഉണ്ടല്ലോ നമ്മളൊരു അങ്ങനെയാണ് പെട്ടെന്നൊരു മെഗാ ഷോയിൽ അങ്ങ് എത്തിപ്പെടുന്നത്. പിന്നെ അതിൽ തന്നെ കഴിപ്പി തബല വായിച്ചുകൊണ്ട് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം പറയാൻ പോലും ചില സമയത്ത് കോൺസെൻട്രേഷൻ പോവും. എല്ലാ ആശംസകളും. താങ്ക് യു. ജിജീഷ് 2 in 1 എന്നൊക്കെ കേട്ടിട്ടേ ഉള്ളു, ഇപ്പോഴാണ് കാണുന്നത് സത്യം പറഞ്ഞാൽ. വെച്ചാൽ അല്ല, ഇത് ഇവർ രണ്ടുപേരും പറഞ്ഞാണ് എനിക്കും പറയാനുള്ളത്. കാരണം ഇത് രണ്ടും കൂടെ ഒന്നിച്ച് പിടിക്കുക എന്ന് പറഞ്ഞാൽ വലിയ എനിക്കത് മനസ്സിലായിട്ടോ. സഖാവ് പിണറായി വിജയൻ്റെ പറഞ്ഞപ്പോൾ കുറച്ച് മെല്ലെ, അത് ശരിയാണ്, അദ്ദേഹം എടുത്ത് ചാടി സ്പീഡിൽ സംസാരിച്ചത് ഞാനും കേട്ടിട്ടില്ല. ഒരു മെല്ലെ പോക്ക് കാര്യമാണല്ലോ. ഗംഭീര പെർഫോമൻസാണ്. ഇത് വലിയ പാടാണ്, സമ്മതിച്ചിരിക്കുന്നു.